നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഈ വർഷത്തെ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ആയുർവേദ രംഗത്തെ സാഹിത്യ പ്രതിഭയായി കവി ഷീജ വക്കത്തിന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. മുതിർന്ന നേതാവും മുൻ UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി. മൂക്കന്നൂർ പഞ്ചായത്തിലെ ശങ്കരൻകുഴി, മുതലപ്പാറ, പൂതൻകുറ്റി ഭാഗങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം ലഭിച്ചു. ആരോഗ്യമേഖലയിൽ സുരക്ഷിതത്വവും ഗുണമേന്മയും ഉറപ്പുവരുത്തുന്ന ദേശീയ അക്രഡിറ്റേഷൻ ബോർഡാണ് NABH ആശുപത്രികളെ വിശദമായി പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NABH ബോർഡ് യോഗം ചേർന്നാണ് അംഗീകാരം നൽകുന്നത്. 2021 ആശുപത്രിക്ക് NABH സർട്ടിഫിക്കേഷൻ ലഭിച്ചു. 2023 വിശദമായ പരിശോധനയ്ക്ക് ശേഷം പ്രസ്തുത സർട്ടിഫിക്കറ്റ് പുതുക്കി ലഭിച്ചു. തുടർന്ന് ജീവനക്കാർക്ക് നൽകിയ തീവ്ര പരിശീലനത്തിന്റെയും ആശുപത്രിക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യവും ശരിയാക്കി അക്രഡിറ്റേഷന് അപേക്ഷിച്ചു. തുടർന്ന് NABH അധികാരികളുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയ്ക്ക് ശേഷം 5 വർഷ കാലാവധിയിലേക്കാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷനായി. ലോഗോ പ്രകാശനം ഫാദർ ജോൺസൺ വാഴപ്പള്ളി ആശുപത്രി ട്രസ്റ്റ് പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസ് മാളിയക്കലിന് കൈമാറി. NABH പ്രവർത്തനങ്ങൾ ഫാദർ ടിജോ ആലപ്പാട്ട് വിശദീകരിച്ചു. ആശുപത്രി ഡയറക്ടർ റവറൻ ഡോക്ടർ ആൻഡ്രു ആലപ്പാടൻ, ഫാദർ ഡിൻഡോ തെക്കിനിയത്ത്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ V പ്രകാശ്, ക്വാളിറ്റി കോർഡിനേറ്റർ അഞ്ജന രാജു, നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ റുബീന എന്നിവർ പ്രസംഗിച്ചു. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിലിന്റെ രജത ജൂബിലി സ്മരണാർത്ഥം ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ 1989 ചാലക്കുടിയിൽ ആരംഭിച്ചു. നല്ല ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം കാഴ്ചവെച്ചു. ഞാൻ അവരെല്ലാവരെയും കൃത്യമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സസ്, ഇത് തങ്ങളുടെ കുടുംബമാണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് എത്ര അധ്വാനിച്ചാലും അവർക്ക് കൊടുക്കുന്ന മെഡിക്കൽ കെയർ അത് സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് നമ്മുടെ സിസ്റ്റേഴ്സ്, നേഴ്സസ് നല്ല സഹകരണം കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു കുടുംബ അന്തരീക്ഷത്തോടെ ഇവിടെ വരുന്ന ഓരോ രോഗിയെയും തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ കരുതിക്കൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകം അവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, PR തുടങ്ങി മറ്റെല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും ടെക്നിക്കൽ സ്റ്റാഫിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു മിഷൻ ഹോസ്പിറ്റലാണ്. മിഷൻ ഹോസ്പിറ്റലായിട്ടാണ് ആരംഭിച്ചത്, ഇന്ന് തുടരുന്നതും അത് തന്നെയാണ്.
വളരെ പ്രത്യേകമായിട്ട് മറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ തുടങ്ങുമ്പോഴും ഈ മിഷൻ ഹോസ്പിറ്റലിൻ്റെ മൂല്യം ഒട്ടും കുറയുന്നില്ല. കാരണം ഏവർക്കും സംലഭ്യതമായിട്ടുള്ള മെഡിക്കൽ ശുശ്രൂഷ നൽകുന്ന ഹോസ്പിറ്റലുകളാണ് മിഷൻ ഹോസ്പിറ്റലുകൾ. അവിടെ ഈ ഹോസ്പിറ്റലിലെ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനേക്കാളുപരി ക്രിസ്തുവിൻ്റെ സൗഖ്യദായകമായിട്ടുള്ള ശുശ്രൂഷയിൽ നമുക്ക് എങ്ങനെ പങ്കുപറ്റാൻ കഴിയും, അതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മിഷൻ ഹോസ്പിറ്റല് ഓരോ പ്രത്യേകമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ആരംഭിക്കുമ്പോഴും അത് ഈ പ്രദേശത്തുള്ള ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. ഇവിടെ കാറ്റ് ലാബ് ആരംഭിച്ചപ്പോൾ ആ കാറ്റ് ലാബ് ആരംഭിക്കാനായിട്ട് നമുക്ക് പ്രചോദനം നൽകിയത് മലയോര പ്രദേശത്തുള്ള ജനങ്ങളാണ്. അവിടെയുള്ള ജനങ്ങൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് ഇവിടെ വരുമ്പോൾ ഇവരെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അവിടെ എത്തുന്നേക്കാൻ മുമ്പ് ജീവഹാനി സംഭവിച്ചിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാറ്റ് ലാബ് തുടങ്ങിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയില്ലെന്നാണ് റിപ്പോർട്ട്. മടക്കൈ വരവ് സമയം പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിലേക്ക് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് റിപ്പോർട്ട്. ഏകപക്ഷീയ തീരുമാനങ്ങളാണ് തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് കണ്ടെത്തൽ. ആസൂത്രിത നീക്കമുണ്ടായോ എന്ന കാര്യത്തിൽ ADGP തല യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ 2024 ഒക്ടോബറിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. സംഭവത്തിൽ CCTV, ഫോൺ എന്നിവയുടെ ശാസ്ത്രീയ ഫലം വന്നിട്ടില്ലെന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പും പൂരവും അടുത്തിരിക്കുന്നതിനാൽ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകില്ല എന്നാണ് വിവരം. ഈ വർഷത്തെ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ആയുർവേദ രംഗത്തെ സാഹിത്യ പ്രതിഭയായ കവി ഷീജ വക്കത്തിന് നൽകുമെന്ന് നഗരസഭ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ആയുർവേദാചാര്യനും ഗ്രന്ഥകാരനും വാൽമീകിയും ഗാന്ധിയനും ശ്രീനാരായണീയനുമൊക്കെയായ പത്മഭൂഷൺ വൈദ്യഭൂഷൺ K. രാഘവൻ തിരുമുൽപ്പാടിൻ്റെ അനുസ്മരണം ഈ വർഷം ഫെബ്രുവരി 16 നമ്മൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണം എല്ലാ വർഷവും നവംബർ 21 നടത്തിപ്പോന്നിരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് മൂലമാണ് അത് ചടങ്ങ് നമ്മൾ മാറ്റിവെച്ചത്. ഈ വർഷം ഫെബ്രുവരി 16 രാജീവ് ഗാന്ധി ടൗൺ ഹാളിലെ മിനി ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടത്തപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ചാലക്കുടി നഗരസഭയ്ക്ക്, ചാലക്കുടി പൗരാവലിക്ക് ഏറ്റവും അഭിമാന നിമിഷവും, ചാലക്കുടിക്ക് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ ആദരിക്കുന്നതിലും അനുസ്മരണം നടത്തുന്നതിലൊക്കെ അതിയായി സന്തോഷമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് മുടങ്ങാതെ തന്നെ നമ്മൾ നടത്തിപ്പോരുന്നു. ആയുർവേദത്തിൽ MD ബിരുദധാരിയും ഭാരതീയ ആയുർവേദ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസറും മലയാളത്തിലെ പ്രമുഖ കവയിത്രിയുമായ ഷീജ വക്കം 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി നഗരസഭയും രാഘവൻ തിരുമുൽപ്പാട് അനുസ്മരണ സമിതിയും സംയുക്തമായി ഫെബ്രുവരി 16 തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 നഗരസഭ രാജീവ് ഗാന്ധി മിനി ടൗൺ ഹാളിൽ സംഘടിപ്പിക്കുന്ന രാഘവൻ തിരുമുൽപ്പാടിന്റെ അനുസ്മരണ യോഗത്തിൽ വെച്ച് സനീഷ് കുമാർ ജോസഫ് MLA പുരസ്കാരം സമ്മാനിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിക്കും. ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഇതോടൊപ്പം ഹൈസ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ലേഖന മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനം വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി, K. മുരാരി, നഗരസഭാ അംഗം ലിജി ജോജി, വിൽസൺ പാണാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഈ വർഷം നീട്ടിവെക്കേണ്ട സാഹചര്യത്തിനെ പറ്റിയും ഇവിടെ പറഞ്ഞു.
ഇത്തവണ രാഘവൻ തിരുവൽപ്പാട് അനുസ്മരണ പുരസ്കാരം നേടിയിട്ടുള്ളത് ആയുർവേദ വൈദ്യരംഗത്തെ സാഹിത്യ പ്രതിഭ എന്നുള്ള നിലയിൽ ഡോക്ടർ ഷീജവക്കറാണ്. അദ്ദേഹം ആയുർവേദത്തിലെ എല്ലാ തരത്തിലുള്ള റാങ്കോട് തന്നെയുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ ശേഷം സാഹിത്യ പ്രവർത്തനത്തിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു അദ്ദേഹമാണ്. പറഞ്ഞ പോലെ 5ഓളം കവിതാ സമാഹാരങ്ങൾ നേടിയിട്ടുണ്ട്, 10ഓളം പുരസ്കാരങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ അവർ നേടിയിട്ടുണ്ട്. കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള യൂണിവേഴ്സിറ്റി എന്നിവയുടെ BA MA സിലബസിലൊക്കെ അവരുടെ കവിതകൾ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജൂറിയായിട്ട് അതിൻ്റെ ഒരു തിരഞ്ഞെടുത്തിട്ടുള്ളത് ഡോക്ടർ മുരളി, അതുപോലെ മാധ്യമപ്രവർത്തകനായ ശ്രീ ബാലകൃഷ്ണൻ സാറ്, അതുപോലെ ഡോക്ടർ പ്രസാദ് എന്നിവരാണ് ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അനുസ്മരണ പ്രഭാഷണം പറഞ്ഞതുപോലെ ചാലക്കുടിയിൽ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഡോക്ടറേറ്റ് നേടിയ ഫാദർ ഡോക്ടർ ജോസ് താനിക്കലാണ് പ്രഭാഷണ വിഷയം. നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള പോലെ വ്യക്തിയും സമൂഹവും ചരിത്ര നിർമ്മിതി. മൂക്കന്നൂർ പഞ്ചായത്തിലെ ശങ്കരൻകുഴി, മുതലപ്പാറ, പൂതൻകുറ്റി ഭാഗങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. പുതുകുറ്റി സെയിന്റ് മേരീസ് പള്ളി ഹാളിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി റിവർ ഡൈവേഴ്സേഷൻ സ്കീം അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി വർഗീസ്, ലിജി പാപ്പച്ചൻ, പ്രോജക്ട് കമ്മിറ്റി അംഗം VV ചന്ദ്രൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ PA കരുണാകരൻ, PT ആഗസ്തി, ജയൻ എന്നിവർ പ്രസംഗിച്ചു. ബ്രാഞ്ച് കനാലുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ജനകീയ പങ്കാളിത്തത്തോടെ ജലവിതരണം സുഗമമാക്കുന്നതിനും യോഗം തീരുമാനിച്ചു. 5 പ്രാവശ്യമായിട്ട് ഇവിടെ ടേണൻസിന് വെള്ളം വരും. ഒരു ദിവസമാണ് വെള്ളം അവിടെ, അതായത് കപ്പയാളെ കഴുകി പോയത്. അവിടെ ചെല്ലും. ഇപ്പോൾ ഇയാളുടെ വെള്ളം തട്ടി തൂണമാര് പന്ത്രണ്ടല്ല മതി വെള്ളമായില്ലേ ആയി. പിറ്റേ ദിവസം വെള്ളം ഇന്നേ വരെ വെള്ളം അവിടെ ഒഴുകിയിട്ടില്ല. ശങ്കരൻകുഴി ഭാഗത്ത് 140 വീട്ടുകാർ വെള്ളം കുടിക്കുന്ന സ്വജൽധാര പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ 3 പ്രാവശ്യമായിട്ട് വെള്ളം അടിച്ചിട്ടും വെള്ളം കിട്ടണില്ല. ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് വരുന്നില്ല. മഞ്ഞപ്ര റൂട്ടിലെ കോഞ്ഞിക്കാട് കടലിൽ നിന്ന് ചെന്ന് നോക്കി അറിയാം, റോഡെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. എടമലയാർ കനാലിലെ വെള്ളം കംപ്ലീറ്റ് ഒരേ ദിവസം തന്നെ മഞ്ഞപ്ര റൂട്ടിലേക്കും തിരിച്ചു വിട്ടപ്പോൾ റോട്ടിൽ ചെന്ന് നോക്കി അറിയാം. അവിടുത്തുകാർ പറയുന്നത് പറയാം, ഈ കഴിഞ്ഞ റോജിയം ജോൺ MLA ആയിട്ടും വെള്ളം വരുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അത് അതിനകത്ത് 70% വെള്ളവും ലാപ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കനാലിൽ നിന്ന് ഇവിടെ ഭാഗങ്ങൾ താഴേക്ക് നോക്കുക, ഓരോ സ്പൗട്ടിലും. അതുപോലെ ഇടയ്ക്ക് പോകുന്ന സ്ഥലം അമ്പലത്തിൻ്റെ മുമ്പിൽ ഇവിടെ ഈ റോഡിൻ്റെ കരോട്ട് ഒരു ചാലുണ്ട്. അതങ്ങനെ ലാപ്സായിട്ട് മുഴുക്കെ പാടത്തേക്ക് പോവുകയാണ്. ഒരു പാടപദ്ധതി അനുസരിച്ചിട്ട് ഈ കനാലിൽ നിന്ന് സ്പൗട്ട് കൊടുത്ത് എൻ്റെ ഓർമ്മയിൽ ഒരു 35 കൊല്ലം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സാധനം ഇതേവരെ മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല. ആ സ്പൗട്ടിൽ കൂടെ വരുന്ന വെള്ളത്തിൽ 70% വേണ്ട, ഒരു 30% എങ്കിലും ലാപ്സായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടച്ചാൽ നിൽക്കില്ല. അതിന് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ സ്പോട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ തവണ കുറച്ച് സിമെൻറ്റിട്ട് ഞങ്ങൾ 2-3 ആൾ കൂടി ഞങ്ങളെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾ അടച്ച് കുറച്ച് മാറ്റിയെങ്കിലും ഇപ്പോഴും 30% വെള്ളം ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു നടപടി ഉണ്ടായാൽ എല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് തിരിച്ച് വേസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊടി പോകുന്നവരുടെ നടപടി വെള്ളം കിട്ടുന്നില്ല. അപ്പോൾ കമ്പനിയിലേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് നന്നായിരിക്കും. ക്ലീൻ ചെയ്യുന്ന പറഞ്ഞാൽ ആ പൊടിയുടെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ എനിക്ക് അടച്ച് ഇത് മെയിനായിട്ട് കിട്ടുകയാണെന്ന് നന്നായിരിക്കും. അതുപോലെ തന്നെ ഒരു വെള്ളം തിരിക്കുന്ന ഭാഗങ്ങൾ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയി ആയി കഴിഞ്ഞിട്ട് വെള്ളം അടച്ചിട്ട് നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ആ പോണ ബാധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടുത്ത് പറ്റാത്ത അവസ്ഥയുണ്ട് ലീക്കായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൗണിൻ്റെ ഭാഗത്ത് ഒരു വേസ്റ്റ് കനാലിന് വേസ്റ്റ് വാട്ടർ വെള്ളമുണ്ട്. അവർക്ക് ഈ വെള്ളം കുറഞ്ഞാണ് വരാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് മീറ്റിംഗ് വിളിച്ചത്. അപ്പോൾ മെമ്പർമാരും എല്ലാ രീതിയും സഹകരിക്കണം. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാൻ അടുത്ത മെമ്പറിൽ പരിചയപ്പെടുന്നത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, മറ്റു സ്നേഹമുള്ളവരെ,
നമുക്കറിയാം നമ്മൾ വെള്ളത്തിന് വളരെയധികം ഈ സമയത്ത് പ്രശ്നം അനുഭവിക്കുന്നതാണ്. ഞാൻ 15ാം വാർഡിൽ നിന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ കാരമറ്റം കറൂറ്റി അവിടെ നിന്ന് വെള്ളം വന്നത് 17 ദിവസം കൂടുമ്പോഴാണ് അവിടേക്ക് 2 ദിവസത്തേക്ക് വെള്ളം തിരിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഗ്രാമസഭ ഉണ്ടായിരുന്നു. ഗ്രാമസഭയിൽ ഭയങ്കര ആ ഭാഗമാകുമ്പോൾ കൃഷി കൂടുതലുണ്ട്. ജാതി നെൽകൃഷി ഇപ്പം ഇല്ല, അതൊന്നും ചെയ്യുന്നില്ല. ഒരുപാട് കൃഷികൾ ചെയ്യുന്ന ആൾക്കാരാണ്. മിക്കവർക്കും ജാതി തോട്ടം ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നനയ്ക്കുന്നതാണ്. അപ്പോൾ ഈ വെള്ളം കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ കിണറുകളിലൊക്കെ വെള്ളം പറ്റി കുടിക്കാനും വെള്ളമില്ല. നമ്മുടെ പൈപ്പ് വെള്ളമാണെങ്കിൽ അതിൽ ഫ്രഷായിട്ട് നിൽക്കുന്നു. അവർ റോഡ് പണിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ കട്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാതെ അതിന് പ്രശ്നം. വെള്ളമാണ് നമുക്ക് നമ്മുടെ 1, 2, 3 ഈ 15ൻ്റെയും പെടും. അപ്പോൾ അത് മെയിൻ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പിന്നെ ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് പരമാവധി സഹകരിച്ച് 3ലേക്കാണ് എനിക്ക് അത്യാവശ്യത്തിന് എനിക്കറിയാം. 15ലേക്ക് അത്രയും കുഴപ്പമില്ല. കുറേ കിണറുകളൊക്കെ ഉണ്ട്. കുറച്ച് ഭാഗം ഈ 1ൻ്റെ കുറച്ച് ഭാഗത്ത് കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ സഹകരിക്കുക, ജനങ്ങളോട് കൂടി സഹകരിച്ച് അതിന് എന്ത് പ്രതിവിധി വേണമെങ്കിലും ഞങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ്. എനിക്ക് പറയാം. ഇതിന്റെ അതോറിറ്റി രാജ്യക്കാർ പറയുന്ന ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ എഞ്ചിനീയർ അവരുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ചുമതല കൂടെ വഹിക്കുന്ന വൈസ് പ്രസിഡന്റ് ശ്രീ ടി വർഗീസ് അവർ, മുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 1, 3, 15 വാർഡുകളിലെ ജനപ്രതിനിധികളെ, ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ, കനാൽ ജലത്തിൻ്റെ ഉപഭോക്താക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മൾ ജലത്തിൻ്റെ ദൗർലഭ്യം പരിഗണിച്ച് അതിനൊരു പരിഹാരം. ചാലക്കുടി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ വാർഷികാഘോഷം വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷൈബു അധ്യക്ഷനായി. നഗരസഭ കൌൺസിലർമാരായ VJ ജോജി, ലിജി ജോജി എന്നിവർ സംസാരിച്ചു. മിമിക്രി കലാകാരൻ മുരളി ചാലക്കുടി മുഖ്യ അതിഥിയായി. നാട്ടിലെ മാനിന്റെ തോല് കൊണ്ടുണ്ടാക്കി മാറാനും കൊണ്ടൊരു ചെണ്ട ചെണ്ട പഞ്ചാരി വാണ്ടിയും പാടുന്ന ചെണ്ട തോളത്തു പോകുന്ന ചെണ്ട പഞ്ചാരി വാണ്ടിയും പാടുന്ന ചെണ്ട തോളത്തു പോകുന്ന ചെണ്ട വോട്ടു പിടിക്കാനലേറുന്ന ചെണ്ട പട്ടണം ചിറ്റുന്ന ചെണ്ട വോട്ടു പിടിക്കാനലേറുന്ന ചെണ്ട പട്ടണം ചിറ്റുന്ന ചെണ്ട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുപ്പുകരിച്ച് തോക്കിൻ കാഞ്ചി വരി ശീലം കൊണ്ടും മാറാത്ത കാടി നെഞ്ചിൽ കൂട്ടി വെച്ചോരാട്ട കളി തീരാത്ത വാശി അണ്ണൻ മീശ വെച്ചോരാട്ട പുലി ഇടയൻ വന്നോരുക്കും നിന്നോരുക്കും കൊല്ലയാവത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസടിക്കും സോഡ സർവത്ത് നൊടിയിൽ മതയാതെ പെരുക്കിടുന്നവർക്ക് ഇവനെ പടകിട്ട കടമുളകിൽ പത്തി പത്ത് ഇല്ലും വിനാട്ടി ആനന്ദ വിനാടൻ. പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ചാലക്കുടി നഗരസഭയുടെ ഏറെ അഭിമാനകരമായ ശിവച്ചേട്ടൻ്റെ വൈഫ്, നമ്മൾ കലാകാരന്മാരെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നാടാണ് നമ്മുടെ ചാലക്കുടി. അതിൻ്റെ തെളിവാണ് ചാലക്കുടിയിലെ ഓരോ ഫംഗ്ഷൻ വരുമ്പോൾ പുറത്തെ കലാകാരന്മാരെ
പരമാവധി വിളിക്കാതെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ്. എന്തായാലും നമുക്ക് വേദിയിലിരിക്കുന്നവർക്ക് നിറഞ്ഞൊരു കയ്യടി കൊടുക്കാം എല്ലാവരോട് ചേർന്നുകൊണ്ട്. താങ്ക് യു. അതേപോലെ തന്നെ ഈ റിട്ടയർമെന്റ് ആരോട് ചോദിച്ചിട്ടാണ് ഈ റിട്ടയർമെന്റ് ഇത്രയും സൗന്ദര്യമുള്ളവരെ ഇവർക്ക് അവിടെ പ്രായം അവർ കയ്യിൽ കൊടുത്ത് രണ്ടുപേർക്കും ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയർമാനോട് പറഞ്ഞിട്ട് നമുക്ക് നഗരസഭയിൽ തന്നെ ജോലിയൊന്നും പോവാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുപോകണം. കാരണം ഇത്രയും പ്രസന്നതായ ടീച്ചർമാരെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് റിട്ടയർഡ് ചെയ്ത് പോകുന്ന പറയുമ്പോൾ ഒരു വിഷമം തോന്നാണ്. പക്ഷെ എന്തായാലും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് പവന് 1920 രൂപയാണ് കുറഞ്ഞത്. 1,14,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 240 രൂപയാണ് കുറഞ്ഞത്. ഒരു ഗ്രാം സ്വർണത്തിന്റെ വില 14,280 രൂപയാണ്. തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് വില കുറയുന്നത്. വ്യാഴാഴ്ച പവന് 880 രൂപ കുറഞ്ഞ് 1,16,160 രൂപയിൽ എത്തിയിരുന്നു. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി ലക്ഷം കടന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വില കുതിക്കുകയായിരുന്നു. ഇപ്പോൾ കൂടിയും കുറഞ്ഞു നിൽക്കുകയാണ് സ്വർണ്ണവില. ആഗോള വിപണിയിലെ സാഹചര്യങ്ങളാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത്. മുതിർന്ന നേതാവും മുൻ UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്നും മത്സരിക്കുന്നതിനാൽ സ്ഥാനമൊഴിഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ബെന്നിയുടെ പേരിനാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുൻതൂക്കം. നേതൃമാറ്റം സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തര ചർച്ചകൾ നടക്കുന്നതായി അറിയുന്നു. പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളിൽ നിന്ന് ബെന്നി ബെഹനാന്റെ പേരിനാണ് ഗണ്യമായി പിന്തുണ ലഭിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് സംഘടനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള പാർട്ടിയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായി കൂടിയാണ് അധികാരമാറ്റം പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കും എന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ. പകരം തെരഞ്ഞെടുപ്പ് വേളയിൽ സംഘടനാശേഷിയും പരിചയസമ്പന്നനുമായ നേതാവ് എന്ന നിലയിലാണ് ബെന്നി ബെഹനാന്റെ പേര് പരിഗണിക്കുന്നത്. സമുദായ സമവാക്യങ്ങൾ സന്തുലിതമാക്കാൻ കഴിവുള്ള ഒരു സമവായ സ്ഥാനാർത്ഥിയായും ബെന്നിയെ നേതാക്കൾ കാണുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇക്കാര്യത്തിലും തീരുമാനം ഉണ്ടായേക്കും എന്നാണ് സൂചന. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി. മാർക്കറ്റ് റോഡ് പരിസരത്ത് നിന്ന് വാദ്യമേള അകമ്പടിയോടെ ജാഥയെ വരവേറ്റു. നേതാക്കളായ KK ശൈലജ ടീച്ചർ, TP രാമകൃഷ്ണൻ, PK ബിജു, സാബു ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, ബെന്നി മൂഞ്ഞലി, ഫ്രാൻസിസ് തോമസ്, ബിനോയ് ജോസഫ്, അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, KA ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജാഥയുടെ യോഗങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം ഇന്ന് സമയം ഏതാണ്ട് 12 മണിയായി സംസാരിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ള സ്കൂളിന്റെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ആശുപത്രിയുടെ കാര്യങ്ങളുമൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയാണ്? 12 ഒരു സ്വപ്നമാണ്. നമുക്ക് കേരള സംസ്ഥാനത്ത് ആരുടെയാണെങ്കിലും ഒരു സ്വപ്നം, ഞാൻ പോയി മുഴുവൻ സമയം മരണം വരോ അല്ലെങ്കിൽ വാടകയ്ക്കോ താമസിക്കാതെ സ്വന്തമായ ഒരു വീട് വേണം മക്കൾ. അതൊരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ, വ്യാപാര മേഖലയാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്ന ഈ അങ്കമാലിയിലായാലും കൊച്ചിയിലായാലും അതുപോലെ തന്നെ തൃക്കാക്കരയായാലും ഈ പ്രദേശങ്ങളിലെല്ലാം വികസനം നടന്നു.
പക്ഷെ ആ നടന്നതൊക്കെ സ്വാഭാവികമായി അങ്ങ് നടന്നു കയറിയത് എന്നുള്ളതല്ലാതെ വ്യക്തമായ ഒരു പദ്ധതിയോ ഒരു പ്ലാനോടുകൂടി ഒരു ഘട്ടത്തിലും എറണാകുളം വളർന്നിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മാളുകൾ, അതുപോലെ തന്നെ തിയേറ്ററുകൾ, അതിന് അത്യാവശ്യമായ റോഡുകൾ, ഹോട്ടലുകൾ, ഇതെല്ലാം സ്വകാര്യമായി ഓരോ വ്യക്തിയും അവരുടെ ആവശ്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി വ്യക്തമായ ചാലക്കുടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കണ്ണമ്പുഴ താലി മഹോത്സവത്തോടനുബന്ധിച്ച് താലി എഴുന്നള്ളിപ്പിനുള്ള കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റ് ജോയ് മൂത്തടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ചെയർമാനായി MD ഡേവിസ്, ജനറൽ കൺവീനർ ചന്ദ്രൻ കൊളത്താപ്പള്ളി, ഫിനാൻസ് കൺവീനർ സന്ദീപ് VS എന്നിവരെ തിരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി, ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തുവളർത്തൽ എന്ന വിഷയത്തിൽ ഫെബ്രുവരി 20 അടിസ്ഥാന പരിശീലനം നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് പരിശീലന സമയം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ 0491281554 എന്ന നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയുള്ള സമയത്ത് വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. മേലൂർ പൂലനി മേലെടുത്ത് ബാലകൃഷ്ണൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അംഗീകാരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തൽ വിവാദത്തിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഈ വർഷത്തെ വൈദ്യഭൂഷണം രാഘവൻ തിരുമുൽപ്പാട് പുരസ്കാരം ആയുർവേദ രംഗത്തെ സാഹിത്യ പ്രതിഭയായി കവി ഷീജ വക്കത്തിന്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. മുതിർന്ന നേതാവും മുൻ UDF കൺവീനറുമായ ബെന്നി ബെഹനാനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ജോസ് കെ മാണി നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയ്ക്ക് അങ്കമാലിയിൽ സ്വീകരണം നൽകി. മൂക്കന്നൂർ പഞ്ചായത്തിലെ ശങ്കരൻകുഴി, മുതലപ്പാറ, പൂതംകുറ്റി ഭാഗങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കുന്നതിന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും സംയുക്ത യോഗം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.